ഈ ലോകത്തിലെ ഒരു കാര്യം നേടാനും നിനക്ക് ദൈവവിശ്വാസത്തിന് ആവശ്യമില്ല. അത് നിരീശ്വരവാദിക്കുണ്ട്, ഹൈന്ദവനുണ്ട്, മുസ്ലിമിനുണ്ട്, ഏത് മതത്തിൽപ്പെട്ടവനും ഈ ലോകത്തിലെ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. യേശു തൻ്റെ പുറകെ വരുന്നവർക്ക് ഈ ലോകത്തിലെ ഒരു സാധനം വാഗ്ദാനം ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് യേശുവിൻ്റെ ഒരു സുവിശേഷ പ്രഘോഷകനായിരിക്കുക? എന്തിനാണ് ഞാൻ യേശുവിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത്? അല്ലെങ്കിൽ ഞാൻ ദൗത്യം നടപടിക്കുക? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിന്റെ ആത്മാവിന്റെ മൂല്യം എന്താണെന്ന് അറിയണമെങ്കിൽ കാൽവരി മലയിലെ കുരിശിലേക്ക് നോക്കണം. ആ ആത്മരക്ഷ നടത്താൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതം ദൈവം തന്റെ പുത്രനാണ് നൽകിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കൊലോസ്യർക്ക് പൗലോസ് ശ്ലീഹ നൽകുന്ന ഒരു അഭിവാദനത്തോടെ നമ്മൾ ആരംഭിക്കാം. മനോഹരമായ വാക്കുകളാണ്. നമ്മളിനി വചനമൊക്കെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കി നമ്മൾ വായിക്കാം. ദൈവഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി സ്വർഗം നമുക്ക് നൽകുന്ന ആ സമാധാനം, ആ കൃപ, ആ കാരുണ്യം സമൃദ്ധമായി നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യ പാപത്തെക്കുറിച്ചെന്ന ഉത്ഭവഭാവത്തെക്കുറിച്ചും അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് എന്തിനാണ് നമ്മളൊരുവൻ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത രോഗം മാറാനോ, കടം മാറാനോ, വീട് പണി നടക്കാനോ, ജോലി കിട്ടാനോ, വിസ കിട്ടാനോ അല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തതയുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസം വലിയൊരു അബദ്ധത്തിലേക്കും വലിയ നാശത്തിലേക്കും പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 15:19 ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ, അതായത് ഈ ലോക കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യേശുവിൻ്റെ പുറകെ നടക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യരെക്കാളും ദൗർഭാഗ്യം, ഈ ദൗർഭാഗ്യം പേര് നടക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യതയും വ്യക്തതയും വേണം. പൗലോസ് ശ്ലീഹ അടുത്തുള്ള വചനത്തിൽ പറയാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുകയാണ്. പൗലോസ് ശ്ലീഹ കൊളോസ്യൻ സഭേനെ കുറിച്ച് ഓർക്കുമ്പോൾ നന്ദി പറയും ദൈവത്തിന്. എന്തിനാണ്? അവർക്കിങ്ങനെ കുറേ കാറ് കിട്ടി, വീട് കിട്ടി, ജോലി കിട്ടി, വിസ കിട്ടി, ഇതെല്ലാം കിട്ടി. നമ്മളിങ്ങനെ കൃതജ്ഞത പ്രകാശനം ഇല്ലേ, എന്തൊരു ബോറ് പരിപാടിയാന്ന് ഓർക്കണം അല്ലേ. നമ്മൾ കൃതജ്ഞതാ പ്രകാശം, കാണാതെ പോയ മാല കിട്ടി, വാന കിട്ടി, ജോലി കിട്ടി, മാർക്ക് കിട്ടി, അത് കിട്ടി. ഇതാണ് നമ്മുടെ കൃതജ്ഞതാ പ്രകാശനം. ഇപ്പോഴും നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ പടി പോലും നമ്മൾ എത്തിയിട്ടില്ല. മതാത്മകതയിൽ ഇങ്ങനെ നിന്ന് ഈ ലോകത്തിലെ മനുഷ്യർ കാണിക്കുന്നത് പോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉണരുക. നമുക്ക് പാല് കുടിക്കുന്നതിൽ നിന്നും കുറച്ച് കട്ടിയായ ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഓക്കെ, എന്നിട്ട് പറയാം, നന്ദി പറയും. എന്തിനാണ് നന്ദി പറയണത്? എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പൗലോസ് ശ്ലീഹയൊക്കെ ശ്ലീഹന്മാരും വന്നവർക്ക് ഇന്ന് ദൈവത്തിനൊക്കെ നന്ദി പറയുന്നത് വെച്ചാൽ ഈ വിശ്വാസികളുടെ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസം സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ. അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അവസാന നാളുകൾ ജീവിക്കുക. ഇപ്പോഴും ഈ ലോകത്ത് ഇത്രമാത്രം ദുരിതങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടായിട്ടും നമ്മളിപ്പോഴും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി, നീ ഈ ലോകത്തിന് ഒരു ബാധ്യതയായി മാറുകയാണ്. അതുകൊണ്ട് വൈക്ക് അപ്പ്, ഉണരുക. ഇനിയും നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ ഈ പഴം പറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിച്ചു വിടരുത്. നീ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള വിശ്വാസം കൊടുക്കണം. ഇതിനാണ് വിശ്വാസം വേണ്ടത്. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസം. നമ്മൾ എന്തിനാ യേശുവിൽ വിശ്വസിക്കുന്നത്? None of the business in this world. ഈ ലോകത്തിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് സ്വർഗത്തിലുള്ള ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രത്യാശ.
നമ്മളെല്ലാം ജീവിക്കുന്ന ഈ പ്രത്യാശയിലാണ്. നാളെ നമ്മൾ അവനെ കണ്ടെത്താൻ പോവുകയാണ്. അവൻ വാനമേഘങ്ങൾ വരാൻ പോവുകയാണ്. അവൻ്റെ രണ്ടാം വരവിനെ ഒരുങ്ങുന്നതാണ്. കാരണം അവനിലായിത്തീരുക എന്നുള്ള ആ വലിയ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ നേടിയെടുത്തിട്ട് കൊളോസ്യർ സഭക്കാരെ, നിങ്ങൾ മറ്റെല്ലാ സഭക്കാരെകളെ ഭയങ്കര സമ്പന്നന്മാരാണ്. വേദപാഠത്തിലൊക്കെ നമ്മളിങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രൂപതയാണ് വലുത്, അല്ലെങ്കിൽ ഏത് ഫറോവയാണ് വിജയിക്കുന്നത്, ഇങ്ങനെ ഇതിനൊക്കെയാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ പുറകെയൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോഴും സ്വർഗമോ നിത്യജീവനോ ഇതിനെക്കുറിച്ചുള്ള യാതൊരു സാധനം നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ലീസ്റ്റ് ബോധേഡായിരിക്കുന്ന ഒരു സഭയായി, ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. എന്നാൽ ആദിമസഭയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തീക്ഷ്ണത, ആ ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് we need to preach this gospel. ഇതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ട സുവിശേഷം. ഇത് ലോകത്തൊരു ദൈവത്തിന് നൽകാൻ പറ്റത്തില്ല, ഇത് ലോകത്തിലൊരു മതത്തിന് നൽകാൻ പറ്റത്തില്ല. ഇത് only in Christ we will receive eternity. സ്വർഗത്തെക്കുറിച്ച് ഇത്രയും കൃത്യവും ആധികാരികമായി ഒരു പുസ്തകം പറഞ്ഞിട്ടുണ്ടോ, ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? അത് യേശു മാത്രം, അത് വിശുദ്ധ ബൈബിൾ മാത്രം, അത് കത്തോലിക്ക സഭ മാത്രം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലാരിറ്റി ഉള്ളവരായിരിക്കണം. ഈശോയെ നമ്മളെ കുറിച്ച് പറയുന്നത് എങ്ങനെയുണ്ട്? മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശോ വളരെ ക്ലിയർ ആണ്. കാരണം യേശു ഇങ്ങനെ മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം 18 മുതലുള്ള വചനം, അവിടെ എങ്ങനെ പറയാം? തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു. യേശുവിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? ഇന്ന് നമ്മളൊക്കെ ഇന്നിങ്ങനെ നമ്മുടെ ടോക്കിനും അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷനും നമ്മുടെ ധ്യാന മന്ദിരത്തിലേക്ക് എന്തോ ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കണം അല്ലേ? ഇന്നത്തെ ധ്യാന ഗുരുക്കന്മാരും സുവിശേഷ പ്രഘോഷകരൊക്കെ എത്ര പേര് ലൈക്ക് ഉണ്ട്, എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾ ഫൂളിഷ്നെസ്, ഇറ്റ് ഈസ് ഓൾ ആബ്സല്യൂട്ട് നോൺസെൻസ് അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്. പുരുഷാരം എപ്പോൾ കൂടിയാൽ, എപ്പോഴൊക്കെ ഒരു ജനക്കൂട്ടം യേശുവിൻ്റെ പുറകെ കൂടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ യേശു ഒരു കാര്യം തീരുമാനിക്കുന്നത്, ലെറ്റ് us go. അവൻ ഉടനെ പറയാണ്, തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു. വി ഹാവ് ടു ലീവ് ദിസ് പ്ലേസ്. കാരണം നമ്മളിങ്ങനെ ജനക്കൂട്ടത്തെ കൂട്ടലല്ല നമ്മുടെ പരിപാടി. അപ്പൊ ഈ ജനക്കൂട്ടം കൂടിക്കഴിയുമ്പോൾ ഈ ജനത്തിന് കുറെ ആവശ്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിലേക്കാണ്. ഇത് ആത്മീയ ജീവിതത്തിനുള്ള ഏറ്റവും വലിയ കെണിയാണ്. നമ്മളിങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം നിൽക്കുന്നത് നമ്മുടെ കൺവെൻഷന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് എത്ര പേര് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇത് ആത്മീയ ജീവിതത്തിന്റെ ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് ഈ സുവിശേഷം പ്രഘോഷിക്കുന്നിടത്ത് ഈ യേശുവിൻ്റെ അടുത്ത് ഒരു ജനവും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാകും, കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് പെന്തക്കോസ്തേക്ക് ഒരുങ്ങ 120 പേരേ ഉള്ളൂ. ഈ പുരുഷാരമൊന്നും അവിടെ ഇല്ല. അതായത് യഥാർത്ഥ സത്യം മനസ്സിലാക്കുമ്പോൾ ഈ സത്യത്തിന്റെ പുറകെ വരാനൊന്നും ഒരു പുരുഷാരം ഇല്ല. ഇപ്പോഴും നമ്മൾ ഈ തവിടും പിണ്ണാക്കും കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ജനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഒരു വലിയ തലമുറയെ തന്നെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീസസ് ഈസ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഹി ഹാസ് ടു ഓഫർ. അപ്പോൾ പുരുഷാരം വരുന്നത് കണ്ടപ്പോൾ ഉടനെ യേശു വരാം, ലെറ്റ് us go, നമ്മൾ പോവാണ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട സമയമായി. ഇവരെ പരിപാലിച്ച് ഇവരെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കലല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യെസ്, ഐ വോണ്ട് ടു ഫോളോ യു. യേശുവിനെ അനുഗമിക്കുക അല്ലെ, യേശുവിലായിത്തീരുക നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം അതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം ക്രിസ്തുവിലായിത്തീരുക എന്നുള്ളതാണ്. എന്തെങ്കിലൊക്കെ നേടുക എന്നുള്ളതല്ല, ആയിരിക്കുക. ഇതാണ് നമ്മൾ അവനിലായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. ഇത് വളരെ, ഈ ഒരു വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. അപ്പം എന്നിട്ട് പറയാം, ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. ഈശോ വളരെ കൃത്യമായിട്ട് പറയാം, എന്തിനാ നീ എൻ്റെ പുറകെ വരുന്നു? യേശു തൻ്റെ പുറകെ വരുന്നവർക്ക് ഈ ലോകത്തിലെ ഒരു സാധനം വാഗ്ദാനം ചെയ്തിട്ടില്ല. നോക്കുക, യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അപ്പോൾ ഈ എൻ്റെ പുറകെ വരുന്നവർക്ക് ഒരു മോഹന വാഗ്ദാനവും യേശു കൊടുക്കുന്നില്ല. ഇത് നമ്മുടെയൊക്കെ സുവിശേഷ പ്രഘോഷണം എന്തിൻ്റെ ബേസിസില്ല അല്ലേ? അത് തരാം, ഇത് തരാം, നിങ്ങൾക്ക് അത് ശരിയാക്കി തരാം, നിങ്ങളുടെ ആരോഗ്യം മാറും. ഇങ്ങനെ സുവിശേഷം പറയുന്ന സുവിശേഷ പ്രഘോഷകരെ, യു ആർ ദ കഴ്സ് ഓഫ് ദ സെഞ്ചുറി and you need to change. You are speaking against Christ and his gospel. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരു കുന്തോ നമുക്ക് വാഗ്ദാനം ചെയ്യല്ല. He has come into this world for eternal life എന്ന് വെച്ച് നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ വേണ്ടതാണ് അല്ല, അതെല്ലാം സെക്കൻഡറി.
അതിനൊന്നും പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ഇന്ന് നമ്മൾ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാക്കുന്നത് വെച്ചാൽ, നീ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുക, ഇന്ന പരിപാടി ചെയ്യുക, ഇന്ന പ്രാർത്ഥന ചെല്ലുക, ഈ പ്രാർത്ഥന ചെല്ലുക, ഇതിന്റെ പ്രശ്നം മാറി, ഈ പ്രാർത്ഥന ചെല്ലുക, ഇതിന്റെ 3 ദിവസത്തെ പരിപാടി നടക്കും. ഇതാണ് വിശ്വാസം. അല്ല, ഇതിനു വേണ്ടി വിശ്വാസത്തിന് ആവശ്യമില്ല. ഈ ലോകത്തിലെ ഒരു കാര്യം നേടാനും നിനക്ക് ദൈവവിശ്വാസത്തിന് ആവശ്യമില്ല. അത് നിരീശ്വരവാദിക്കുണ്ട്, ഹൈന്ദവനുണ്ട്, മുസ്ലിമിനുണ്ട്, ഏത് മതത്തിൽപ്പെട്ടവന് ഈ ലോകത്തിലെ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോക കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാക്കി മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു എൻ്റെ പുറകെ വരാൻ ഒരു മോഹന വാഗ്ദാനം കൊടുക്കുന്നില്ല. വീണ്ടും യേശു വേറെ സുവിശേഷങ്ങൾ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? നിന്നെ തന്നെ പരിത്യജിക്കുക, നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. അല്ലാണ്ട് he has never given any promises in this world. ഈ ലോകത്തിലെ ഒരു മോഹന വാഗ്ദാനം യേശു ക്രിസ്തു കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ സുവിശേഷ പ്രഘോഷം എന്തിനാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നത്? നിങ്ങളോട് ആര് പറയുന്നു ഈ വാഗ്ദാനം കൊടുക്കാനായിട്ട്? ഇത് ഏത് സുവിശേഷമാണ്? ഏത് പരിശുദ്ധാത്മാവ് എന്നാണ് ഈ പറയുന്നത്? അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യത വ്യക്തതയില്ലെങ്കിൽ ഈ പൗലോസ്ലീഹ പറയുന്നത് വളരെ ദൗർഭാഗ്യവാന്മാരെ ഒരു സമൂഹമായി ക്രിസ്ത്യാനിറ്റി ലോകത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. അതുകൊണ്ട് യേശു പറയണേ, നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ ഇനി ആലോചിക്കുക, ഞാൻ എന്തിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. ഞാൻ എന്തിനാണ് യേശുവിൻ്റെ ഒരു സുവിശേഷ പ്രഘോഷകനായിരിക്കുക? എന്തിനാണ് ഞാൻ യേശുവിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത്? അല്ലെങ്കിൽ ഞാൻ ദൗത്യം നിറവേറ്റുക? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിത്യജീവൻ പ്രാപിക്കാനും എൻ്റെ കൂടെയുള്ള മനുഷ്യൻ നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. ദാറ്റ് ഈസ് ദി ഓൺലി പർപ്പസ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മാറിപ്പോയി. നമ്മൾ ആത്മശോധന ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഇത്രമാത്രം പ്രാർത്ഥിച്ച് എന്തെല്ലാം പ്രാർത്ഥനകൾ നമ്മൾ അച്ചടിച്ചുണ്ടാക്കുന്നത്. ഓരോ ധ്യാനമന്ദിരങ്ങളും ഓരോ പ്രാർത്ഥന ഉണ്ടായിക്കൊണ്ടിരിക്കുക. There is only one prayer the Father Jesus taught us. നമ്മളെ പഠിപ്പിച്ച ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, let your name be glorified, let your kingdom come, let your will be done. നിന്റെ നാമം മഹത്വപ്പെടണം, നിന്റെ രാജ്യം ഇവിടെ വിസ്തൃതമാകണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും. അങ്ങനെ നിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. എനിക്ക് സ്വർണവും വെള്ളിയും സമ്പത്തും കാറും ബഹുമാനവും സ്വതം കിട്ടാൻ ആഗ്രഹമാണ്. കാരണം ഞാൻ ആദത്തിന്റെ മകനാണ്, ആദത്തിൽ നിന്ന് ജനിച്ചവനാണ്. നമ്മൾ കുരങ്ങന് ജനിച്ചവനാണ്. കുരങ്ങന്മാരെ ഇതിന്റെ പുറകെ പോകാറില്ല. ഇത് ആദത്തിന്റെ മകനാണ്. ഈ ആദത്തിന്റെ മകനുള്ള ആവശ്യമാണ്. ഇനി പഴത്തിന്റെ പുറകെ പോകാൻ വലിയ താല്പര്യമാണ്. അവന്റെ കണ്ണിന് ഇമ്പമുള്ളതെല്ലാം സ്വന്തമാക്കണം അവന് ഭയങ്കര താല്പര്യമാണ്. അവന്റെ ബുദ്ധിക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ താല്പര്യമാണ്. അവന്റെ ശരീരത്തിന് സുഖസന്തോഷങ്ങൾ പുറകെ നടക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതാണ് ആ പഴം. ഇന്നും ഈ പ്രലോഭനങ്ങൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നീ യേശു ക്രിസ്തുവിന്റെ പുറകെ പോകും. എന്തൊരു കോൺട്രഡിക്ഷൻ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് യേശു വളരെ ക്ലിയർ ആണ്. ഇതൊന്നും ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. ഇതൊക്കെ നിനക്ക് വേണ്ടതുപോലെ ദൈവം തന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിനക്ക് ദൈവം പ്രൊവൈഡ് ചെയ്തോളും. നിങ്ങൾ ആകാശത്തിലെ പറവുകളെയും വയലിലെ ലില്ലികളെയും നോക്കുക. ജസ്റ്റ് ലുക്ക് അറ്റ് ദം. അല്ലാതെ നിങ്ങൾ അവരാരും അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല. നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ജീവിക്കുക. ഈ ലോകത്തെ സൃഷ്ട പ്രപഞ്ചം മുഴുവൻ നിങ്ങൾ നോക്കുക. ഒരു ജീവി, ഒരു സംവിധാനം, സൂര്യൻ, ചന്ദ്രൻ, ഒരു വൃക്ഷം, ഒരു മൃഗം, ഒരു പക്ഷി, ഒരു പൂ പോലും അതുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നില്ല. അവരെല്ലാവരും ഈ ലോകത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. മനുഷ്യൻ, ക്രിസ്ത്യാനി, അവൻ ദൈവത്തിന്റെ പുറകെ നടക്കുക. അവന് കുറെ കാര്യങ്ങൾ നേടാൻ വേണ്ടി, എന്തൊക്കെയോ സമ്പാദിക്കാൻ, എന്തൊക്കെയോ കൂട്ടിവെക്കാൻ വേണ്ടി അവൻ ദൈവത്തിന്റെ പുറകെ പോകും. എന്ന് വെച്ച് ഈ കിളികൾക്കും ലില്ലികൾക്കൊന്നും ഒന്നുമില്ലേ? ഈ ലോകത്തിലെ ഏത് വിശ്വസുന്ദരിയുണ്ട് ഈ ലില്ലിപ്പൂവിന്റെ അത്ര ഭംഗിയുള്ളത്? നോ. നമ്മളിങ്ങനെ മേക്കപ്പ് ഇട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിനൊന്നും വിശ്വാസമില്ല. ഈ ഇടുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ എന്തിൽ നിന്നുണ്ടാക്കുന്നതാണ്? ഇതെല്ലാം മനുഷ്യ ഫീറ്റസിൽ നിന്നുണ്ടാക്കുന്നതാണ്. അബോർഷൻ ചെയ്യുന്ന, ഗർഭഛിദ്രം നടത്തുന്ന കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാക്കുന്നതാണ് നമ്മൾ ഈ മുഖത്ത് സൗന്ദര്യത്തിൽ ഉണ്ടാക്കുന്ന 90% ഈ ബ്യൂട്ടി ക്രീംസ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പെരട്ടി നമ്മൾ സൗന്ദര്യം ഉണ്ടാക്കാൻ നടക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, ഈ ലില്ലികൾ ഒരെണ്ണത്തിന്റെ പോലെ അന്ന് സോളമനെ കാണിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലോകത്തെ ഏത് സുന്ദരിയെ നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ അത്ര സൗന്ദര്യം ഉണ്ടാ. അപ്പൊ നമ്മള് ഏതിൻ്റെയൊക്കെയോ പുറകെ ഇങ്ങനെ ഓടുകയാണ്. ഇനി എന്തൊക്കെയോ ആർജിക്കുവാൻ, എന്തൊക്കെയോ നേടുവാൻ, എന്തൊക്കെയോ വാരിക്കൂട്ടുവാൻ. സൗന്ദര്യം, ആരോഗ്യം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ, ഡിഗ്രി, ഇങ്ങനെ നമ്മൾ എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടുകയാണ്. എന്നിട്ട് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നൊവേന, പ്രാർത്ഥന, ഉപവാസം, ധ്യാനം. യേശു ക്രിസ്തു വളരെ കൃത്യം പറയും, നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? I have nothing to offer in this world. ഈ ലോകത്തിലെ ഒരു സാധനം എനിക്ക് ഓഫർ ചെയ്യാനില്ല.
അതുകൊണ്ട് എനിക്ക് വീടില്ല, പറമ്പില്ല, തലചായ്ക്ക് ഇടമില്ല. ഇത് വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ വന്നേക്കുക. രണ്ടാമത് അടുത്ത വചനത്തിലേക്ക് പറയാണ്, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, എന്നാൽ മനുഷ്യപുത്രൻ തലചായ്ക്കാൻ ഇടമില്ല. കാരണം ഞാൻ ഈ ലോകത്തിന് വേണ്ടി വന്നവനല്ല, എനിക്കൊരു ദൗത്യം ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ലോകം ഐശ്ചികമല്ല, ഈ കാണുന്നതല്ല, അത് അത് വേറെ ലോകമാണ്. ആ ലോകത്തിൻ്റെ രാജനാണ് ഞാൻ, ആ ലോകത്തിൻ്റെ നാഥനാണ്. അതാണ് യഥാർത്ഥ ലോകം. ഇത് മിഥ്യയാണ്. ഇത് നാളെ ചുരുണ്ടു പോകുന്നതാണ്, ഇത് നാളെ കരിഞ്ഞു പോകുന്നതാണ്, ഇത് നാളെ തീർന്നു പോകുന്നതാണ്. ഇതിനു വേണ്ടി നിങ്ങൾ സമ്പാദിക്കരുത്, ഇതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കരുത്. ദൈവപുത്രൻ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. എല്ലാ അധ്വാനങ്ങളും ഈ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി അധ്വാനങ്ങളിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ യേശു വളരെ ക്ലിയർ ആണ്. അപ്പോൾ 21-ാമത്തെ വചനം, ശിഷ്യന്മാരിൽ മറ്റൊരുവനോട് പറഞ്ഞു, കർത്താവേ, പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. അല്ലേ? അപ്പോൾ അവനും പുറകെ പോകാൻ പോലെ, യേശുവിൻ്റെ പുറകെ ഇങ്ങനെ പോകാൻ ഇത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ജനാവലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, എന്തൊക്കെയോ വരികയാണ്. അവിടെ പറയാണ്, യേശുവിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വേർഡാണ്. ആരാണ് ഈ മരിച്ചവർ? ആത്മാവിൽ മരിച്ചവർ. ഈ ആത്മാവിനെ കുറിച്ച് യാതൊരു താല്പര്യമില്ലാത്തവർ, ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കാത്തവർ, ദൈവം നൽകിയ ഈ ജീവിതം വെറും ഈ ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി ഉപയോഗിക്കുന്ന, ആ സുഖസന്തോഷങ്ങൾ കൂട്ടുവാനും നഷ്ടപ്പെട്ടത് ലഭിക്കാനും വേണ്ടി ദൈവത്തിൻ്റെ പുറകെ നടക്കുന്ന മനുഷ്യരെയാണ് ഈ മരിച്ചവരെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിന്റെ അപ്പനായിരിക്കാം, നിന്റെ അമ്മയായിരിക്കാം. ഇവർ ഇതിൻ്റെ കാര്യങ്ങളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഒരു ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുന്നവൻ്റെ സെക്കൻഡറി, ഇതൊക്കെ സെക്കൻഡറി, ഇതൊന്നും എൻ്റെ പ്രൈമറി അല്ല. അതുകൊണ്ട് മരിച്ചവർ തന്നെ മരിച്ചവരെ അടക്കട്ടെ. ഇങ്ങനെ ആത്മാവിൽ മരിച്ചു ജീവിക്കുന്നവരുടെ പുറകെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ ക്ലാരിറ്റിയോടെ പറയാം. ശിഷ്യന്മാർ ഒരുവനോട് പറഞ്ഞു, കർത്താവേ, പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ഇവിടെ വളരെ ക്ലിയർ ആണ്. എന്നാ പിന്നെ മോനെ, എനിക്ക് താമസിക്കാൻ വീടില്ല, പറമ്പില്ല, ഞാൻ ഈ ലോകത്തിന് വേണ്ടി വന്നവനല്ല. ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ലോകത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഇവിടെ തീരാനുള്ളതല്ല. ഇത് വരാനിരിക്കുന്ന ലോകത്തിലേക്കുള്ള ഒരു പ്രീ സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? നിത്യജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു, അതിൻ്റെ നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്നത്, സ്കൂളിൽ പഠിക്കുന്നത് ഇവിടെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, സ്കൂളിൽ ജീവിച്ച് ജീവിതകാലം നയിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു വേറെ ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു ആരംഭഘട്ടത്തിൻ്റെ ഒരു ഘട്ടം. ഇതുപോലെ തന്നെ ഒരു നിത്യ സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവേശന കവാടം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാഥമിക പഠന സ്ഥലം മാത്രമാണ് ഈ ലോകം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ശരിയാക്കാൻ വേണ്ടി വന്നവനല്ല. അപ്പം ഈ നിത്യജീവനെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് എൻ്റെ പുറകെ വരുമ്പോൾ ഇതൊന്നും കിട്ടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പുറകെ വരേണ്ട കാര്യമില്ല. എന്നാൽ പിന്നെ യേശുവെ ഞാനതൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടാമത് ആലോചിക്കണ്ട, ഇല്ല. ഇതിൻ്റെ ആ സമയം എന്നാണ്? ടുഡേ ഈസ് ദ ഡേ. ദൈവത്തെ സംബന്ധിച്ച് ഇന്നാണ്. എന്നെ ശ്രമിക്കുന്ന സുവിശേഷം, ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ, നിങ്ങളോട് എല്ലാവരോടും പരിശുദ്ധാത്മ പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ സമയം പൂർത്തിയായിരിക്കുന്നു. ഇനിയും ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൽ ഇങ്ങനെ ദൈവത്തെ, ആത്മരക്ഷ, ദൈവത്തെ, സ്വർഗം ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. ഇനി നമ്മൾക്കൊരു ഗുണമുണ്ട്. ഇങ്ങനെ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി കുറച്ച് കാര്യങ്ങൾ നേടി നമ്മളിങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ, അല്ലേ? ഇതാണ് നമ്മൾ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇതൊക്കെ മുതലാക്കുന്നൊരു പരിപാടിയാണ്. അതിനാണ് നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷനും സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യേശു വളരെ ക്ലിയറാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട് പറയുകയാണ്, യേശു ഇതെന്നാ തുടങ്ങേണ്ടത്? ടുഡേ ഈസ് ദ ഡേ. നീ ഇന്നാണ് നീ എന്നെ അനുഗമിക്കേണ്ട ദിവസം, അല്ല നാളത്തേക്ക് മാറ്റി വെക്കാൻ നമുക്ക് സമയമില്ല. We are living in a very dangerous world. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കള്, കുഞ്ഞുങ്ങള്, ഭാര്യ, ഭർത്താവ് ഇന്ന് രാത്രി തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചു. എന്തും സംഭവിക്കാം ഇന്ന് ഈ ലോകത്ത്. ഇനി ഇത് എന്നത്തേക്ക് മാറ്റി വെക്കാനുള്ളതല്ല, ഇന്ന് തീരുമാനങ്ങൾ എടുക്കുക. ഈ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവരി മലയിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യതകൾ ഇന്നും ലഭിക്കാത്തതിന് കാരണം എന്താ? നമ്മൾ ഇനിയും യേശുവിലേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. ഈ യേശുവിനെ സ്വന്തമാക്കലൊന്നുമല്ല, യേശുവിനെ അനുഗമിക്കലൊന്നുമല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. യേശുവിനെ സ്വന്തമാക്കാതെ നമ്മുടെ ജീവിതം പരിപൂർണമായ ക്രിസ്തുവിന് സമർപ്പിക്കാതെ നമ്മൾക്ക് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ ലഭിക്കില്ല. നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ മക്കളുടെയും പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ.
അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് വന്നേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇത്ര നാളൊക്കെ കുറേ കാര്യങ്ങൾ നടന്നല്ലോ, കുറേ കാലം നടന്ന ദൈവത്തിൻ്റെ കരുണയാണ്. നിന്നോട് ദൈവം ചില കരുണ കാണിച്ചെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം ആ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യാനല്ല. ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ us ടു wake up. നമ്മൾ ഉണരണം. ഉണരുക, ഉറങ്ങുന്നവരെ ഉണരുക. എന്താണ്? നമ്മൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി ജീവിക്കരുത്. അപ്പോൾ ഇതിനെ യേശുവിനെ അനുഗമിക്കാനുള്ള സമയം എന്താണ്? ഇന്നാണ് ആ സമയം. ഇന്ന് കർത്താവ് പറയാൻ, മരിച്ചവരടക്കട്ടെ, നിന്റെ അപ്പനെ ബാക്കിയുള്ള അടക്കിക്കോളും, നീ എന്നെ അനുഗമിക്കുക. എപ്പോൾ? ടുഡേ. അതുകൊണ്ട് ഈ വാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വേണം യേശുവിൻ്റെ പുറകെ വരാനായിട്ട്. അപ്പോൾ ഇന്നും നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ജീവനിൽ ലോകത്തിന്റെ പ്രകാശമാകാൻ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക, ലോകത്തിന്റെ ഭൂമിയുടെ ഉപ്പാകണ്ടാൻ പുറകെട്ട് മറ്റുള്ളവർ ചവിട്ടി മെതിക്കപ്പെട്ടു. കാരണം എന്താ? വി ആർ ലിവിങ് ഓൺലി ഫോർ ദിസ് വേൾഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാനസാന്തരപ്പെടണം. നീ പള്ളിയിൽ പോകുന്നത്, കുർബാനയ്ക്ക് പോകുന്നത്, നൊവേനയ്ക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മരക്ഷ. നിന്റെ സഹോദരങ്ങളുടെ ആത്മരക്ഷ. അവസാന സമയമായി അവൻ വാനമേഘങ്ങൾ വരുമ്പോൾ എത്രത്തോളം ആത്മാക്കളെ നേടാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കഴിവുകൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ സംവിധാനങ്ങൾ, ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ സ്വാധീനങ്ങൾ, ഇതെല്ലാം ഇനി ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ്. സമ്പത്ത്, കഴിവ്, സൗന്ദര്യം. എന്തിനു വേണ്ടിയിട്ടാ? ആത്മരക്ഷയ്ക്ക് വേണ്ടി. വിളവ് വളരെയേറെയാണ്, വേലക്കാർ ചുരുക്കമാണ്. വിളവിൻ്റെ നാഥന് പ്രാർത്ഥിക്കാം, വേലക്കാരെ അയച്ചേരാൻ പറയണം. നമുക്ക് കൊയ്ത്തിൻ്റെ സമയമാണ്. ഇനിയൊരു മഹാകൊയ്ത്ത് ഈ ലോകത്ത് സംഭവിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മളെല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുങ്ങണം. ആത്മരക്ഷ. അല്ലാതെ ഇനിയും നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖവും സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ കൂടെ നടന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ എൻ്റെ ശരീരത്തിൻ്റെ മനസ്സിന് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നടത്തുന്ന ആത്മീയ ജീവിതം നിർത്തുക. അത് വേസ്റ്റാണ്, അത് യൂസ്ലെസ് ആണ്. We have to focus on our soul. നിന്റെ ആത്മരക്ഷ, നിന്റെ ആത്മാവിൻ്റെ വില എന്താണ്? യേശു ക്രിസ്തു അവൻ്റെ ശരീരവും മനസ്സും അവനുള്ളതെല്ലാം എന്തിനാണ് ബലിയർപ്പിച്ചത്? അത് നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ ആത്മാവിൻ്റെ മൂല്യം എന്താണെന്ന് അറിയണമെങ്കിൽ കാൽവരി മലയിലെ കുരിശിലേക്ക് നോക്കണം. ആ ആത്മരക്ഷ നടത്താൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതം ദൈവം തൻ്റെ പുത്രനെ നൽകുക. നമ്മളിവിടെ സുഖിച്ച് സന്തോഷിച്ച് കുറേ നല്ല ബിസിനസ്സും ജോലിയും സൗഭാഗ്യവും സ്വർണവും വെള്ളിയും കാറും ബംഗ്ലാവൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. ഇങ്ങനെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുക. ആ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ലോകം ഒരുങ്ങുകയാണ്. ഇനി നമ്മൾ ഒരുക്കിയില്ലെങ്കിൽ തമ്പുരാൻ കർത്താവ് ഒരുക്കും. അതുകൊണ്ട് നിനക്കൊരവസരം തരണം സ്വർഗത്തിൽ പുറകെ. കാരണം നിന്റെ രക്ഷ നിന്റെ സഹോദരൻ്റെ ആത്മരക്ഷയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കാർക്കും നേരിട്ട് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ, നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ ഇന്നും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, ഭാരപ്പെടുത്തുന്നുണ്ടോ? നീ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. നീ ഇപ്പോഴും നിനക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. നിന്റെ സമ്പത്തിന്റെ ഏതാണ്ട് ഒരു ദശാംശം കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ പോകുന്നില്ല. ദശാംശം കൊടുത്ത് ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോകത്തില്ല. ആൻഡ് ഇറ്റ് ഇസ് വെരി ക്ലിയർ. അതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന ഒരു ധനികനായ യുവാവിനോട് പറയുന്നത്, നിനക്ക് നിത്യജീവൻ വേണോ? നിനക്കുള്ളത് മുഴുവൻ കൊടുക്കണം. കാരണം നിന്റെ രക്ഷ, നിന്റെ സഹോദരൻ ആത്മരക്ഷ കിടക്കുക, അത് പാവപ്പെട്ടവന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിന്റെ ജീവിത പ്രശ്നങ്ങൾ, നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, നിന്റെ മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണേ. ദൈവത്തിന്റെ മക്കളുടെ ആരോഗ്യത്തിന്റെ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കാൻ നിന്റെ സമ്പത്ത്, കഴിവ്, സമയം നീ മാറ്റി വെച്ചേ പറ്റൂ. അങ്ങനെ മാറ്റി. അതുകൊണ്ടാണ് നിന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാന രക്ഷയും നിന്റെ അയൽപക്കത്തെ തൊട്ടുപുറത്തുള്ള മക്കളുടെ ആത്മരക്ഷയും സമാധാന സന്തോഷമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറും. അതുകൊണ്ട് ഇതിനാണ് ഇതിനാണ് നമുക്ക് വിശ്വാസം വേണം. നമ്മൾ ചോദിക്കും, നമ്മളെങ്ങനെ ജീവിക്കും? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. അതുകൊണ്ട് എന്ത് ഭക്ഷിക്കുമെന്ന്, ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന്, ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട. ഇതിനാണ് വിശ്വാസം വേണ്ടത്. ഈ വിശ്വാസത്തിലേക്ക് വളരണം. അതിന് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഇതിനാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം ഒരു മതത്തിനുമില്ല, ഒരു ദൈവത്തിനും തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിശ്വാസം നമുക്ക് തരുന്നത് യേശുവിൽ മാത്രമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. നമ്മൾ അടുത്ത സെഷനുകളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ ഈ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത ഇതിന് പറയുന്ന പേരാണ് ഈ പാപ അവസ്ഥ. ഈ ലോകവും ലോക സൃഷ്ട വസ്തുക്കൾ
ഇതിലേക്ക് നമ്മൾ ആകൃഷ്ടരായിരിക്കണം. ഇതിൽ സൗഭാഗ്യം തേടുക. ഇതാണ് ആദ്യ പാപം എന്ന് പറയുന്നത്. സൃഷ്ട വസ്തുക്കളിൽ സൗഭാഗ്യം തേടാൻ പോയവനാണ് ആദവും ഹവ്വയും. ഇതിൻ്റെ സൗഭാഗ്യം തേടാൻ പോയവനാണ് ധൂർത്തപുത്രൻ. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈ ആദവും ഹവ്വയും ധൂർത്തപുത്രനും ചരിത്രത്തിൽ എവിടെയോ നടന്ന രണ്ട് മക്കളല്ല, അത് എൻ്റെയും നിൻ്റെയും പ്രതിപുരുഷന്മാരാണ്. ഈ നൂറ്റാണ്ടിൽ ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും പ്രതിരൂപങ്ങളാണ് അവർ. അപ്പം നമ്മളിൽ ഈ ആസക്തി, നമ്മൾ ഇന്നും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പാപ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ബന്ധനം അഴിയെങ്കിൽ നമ്മൾ മറ്റുള്ളൊരു ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം, പരിശ്രമിക്കണം. എത്രമാത്രം നിനക്കുള്ളത് മുഴുവൻ നിന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കെ നിന്റെ സഹോദരൻ ആവശ്യക്കാരനായി കാണുമ്പോൾ അതിനുമെതിരെ മുഖം തിരിക്കുന്നെങ്കിൽ നിന്നിൽ എങ്ങനെ ദൈവസ്നേഹം കുടികൊള്ളും? യോഹന്നാൻ ശ്രീയുടെ വാക്യമാണ്. നമുക്കതിലേക്ക് പുറകെ വരാം. അപ്പം അതുകൊണ്ട് നമുക്കതിനായിട്ട് ഒരുങ്ങാം. അങ്ങനെ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാണെങ്കിൽ ശരിയായ കാര്യത്തിന് വേണ്ടി നീ യേശുവിൽ വിശ്വസിക്കണം. എൻ്റെ വിശ്വാസം സ്വർഗത്തിൽ പോകാനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്, അല്ലാണ്ട് ഈ ലോക കാര്യത്തിന് വേണ്ടി വിശ്വാസം ഉപയോഗിക്കരുത്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുറെ കൂടി ഫോക്കസ്ഡ് ആകാം. നമ്മുടെ സംവിധാനങ്ങളെല്ലാം ആത്മരക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാനും വ്യയം ചെയ്യുവാനുമുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.